ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ന്യൂമറിക്കൽസ് മാത്രം. അതായത് പ്രോബ്ലമായിട്ട് നിങ്ങളോട് +2 കെമിസ്ട്രിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഉൾപ്പെടുത്തുന്നില്ല. കാരണം നമുക്കറിയാം ഓർഗാനിക്കിൽ റിയാക്ഷൻസ് ആണ് ചോദിക്കാറ്, ന്യൂമറിക്കൽസ് ആയിട്ട് ചോദിക്കാറില്ല. അപ്പോൾ ന്യൂമറിക്കൽസ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കുന്ന ആളുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ. നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ ടഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഈസി ക്വസ്റ്റ്യനും ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ടഫ് ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ കണ്ടതാണ്. എല്ലാ എക്സാമുകളിലും ടഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ഉൾപ്പെട്ടിട്ടുള്ള ടഫസ്റ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ റെഡി? യെസ്. നോക്കടാ, ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതുമാത്രമല്ല ആ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ടൈപ്പ് 2 വിച്ച് മീൻസ് ടഫസ്റ്റ് ക്വസ്റ്റ്യനുകളും കൂടി നമ്മൾ പറയാൻ പോവാണ്. നോക്കടാ, ആദ്യത്തെ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4 ഇക്വേഷൻസ് ആണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ. എന്താ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ? WB/MB × 1000/VmL. ആരാ WB? പഠിച്ചോ മക്കളെ, ഇനിയും ആവശ്യം വരും. WB എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. ആരാ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ തന്നിരിക്കുന്ന മാസിനെയാണ് നിങ്ങൾ WB എന്ന് പറയുക. ആരാ MB എന്ന് ചോദിച്ചാൽ പഠിച്ചോ, MB എന്ന് പറഞ്ഞാൽ അത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. ആരാ മക്കളെ? മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. ഈ 2 പോയിന്റും അറിഞ്ഞിരിക്കണേ. WB ആരാണ്, MB ആരാണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ. അപ്പം മൊളാലിറ്റി സ്മോൾ ലെറ്റർ M എങ്ങനെ കാണുക എന്ന് ചോദിച്ചാൽ WB/MB × 1000/WA. ആരാ സാറേ WA? ആരാ സാറേ WA എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ മക്കളെ, B സൊല്യൂട്ട് ആണെങ്കിൽ WA എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. ആരാ? ഗിവൺ മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. അപ്പോൾ A സോൾവെൻ്റ് ആണ്, B സൊല്യൂട്ട് ആണ് എന്ന് മനസ്സിലാക്കുക. W എന്ന് കണ്ടാൽ അത് ഗിവൺ മാസ് ആണ്, M എന്ന് കണ്ടാൽ അത് മോളാർ മാസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്താൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ. മൊളാരിറ്റിയും വോളിയവും തന്നാൽ ഇക്വേഷനാണ്. പ്രോബ്ലം ഞാൻ കാണിച്ചു തരും. M1V1 = M2V2. അതുപോലെ തന്നെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിലേഷനാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ റിലേഷൻ വെച്ചുള്ള പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് റയറായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെയാണല്ലോ, റയറായി ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എക്സാമിന് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റാണ്. മൊളാലിറ്റി സ്മോൾ ലെറ്റർ M അറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു 1000 ക്യാപിറ്റൽ ലെറ്റർ M. സ്മോൾ ലെറ്റർ M എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മൊളാലിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മൊളാരിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. D ആരാ? D എന്ന് പറഞ്ഞാൽ പഠിച്ചോ മക്കളെ, അത് ഡെൻസിറ്റി ആണ്. 1000D മൈനസ് M × MB. M എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി, MB എന്ന് പറഞ്ഞാൽ ആരാ? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് സെഷനിലെ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കടാ മക്കളെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് പ്രോബ്ലം അത് വളരെ എളുപ്പമാട്ടോ. പ്രോബ്ലം വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് 500 ml NaOH സൊല്യൂഷൻ തന്നിട്ടുണ്ട്. വിച്ച് മീൻസ് വോളിയം ഇൻ മില്ലി ലിറ്റർ തന്നിട്ടുണ്ട്. അത് 500 ml ആണ്. ഇനി നോക്കടാ മക്കളെ, 8 ഗ്രാം NaOH അതിലുണ്ട്. അപ്പോൾ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, തന്നിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസ് 8 ഗ്രാം. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാണുക? തന്നിരിക്കുന്ന ആളാരാ? NaOH ആണല്ലോ. NaOHൻ്റെ മോളാർ മാസ് എങ്ങനെ കാണുക? സോഡിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സോഡിയത്തിൻ്റെ മാസ് 23 ആണ്. പ്ലസ് ഓക്സിജൻ്റെ മാസ് 16 ആണ്. ഹൈഡ്രജൻ 1 വിച്ച് മീൻസ് 40 ആണ് മക്കളെ, അല്ലെങ്കിൽ 40 ഗ്രാം/മോൾ ആണ് മക്കളെ ആരുടെ മാസ്? മൊളാർ മാസ് ഓഫ് NaOH എന്ന് പറയുന്നത്. അപ്പം WB കിട്ടി, MB കിട്ടി, VmL. മൊളാരിറ്റി എങ്ങനെ കാണും? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB/
MB into 1000 by VML, which means WB by MB 8 by 40 into 1000 by answer 1000 by 500 ചെയ്താൽ നിങ്ങൾക്ക് മൊളാരിറ്റി മോളാർ എന്ന് പറയുന്ന യൂണിറ്റിൽ ആൻസർ കിട്ടും. മക്കളെ, ഇതാണ് ഫസ്റ്റ് സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികളെ കൊണ്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വലിയ സംഭവമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കടാ. 2 വോളിയം തന്നിട്ടുണ്ട്. 250 ml ഓഫ് 4 മോളാർ സൊല്യൂഷൻ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് 750 ml ആക്കുന്നു. 250 ml ഉള്ള ആളെ ഡൈല്യൂട്ട് ചെയ്ത് 750 ml ആക്കുന്നു. ആദ്യമുള്ള മൊളാരിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 മോളാർ ആണ്, 4 m ആണ്. വാട്ട് വിൽ ബി ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ്? ഇപ്പൊ കിട്ടിയ ഈ 750 ml ഉള്ള സൊല്യൂഷനിന്റെ മൊളാരിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാടാ കാണുക? 2 വോളിയം ഉണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കണം ഇക്വേഷൻ. M1V1 ഈസ് ഈക്വൽ ടു M2V2. പഠിച്ചോ? എന്താ ഇക്വേഷൻ? M1V1 ഈസ് ഈക്വൽ ടു, പഠിച്ചോ മക്കളെ, M2V2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഒന്നാമത്തെ മൊളാരിറ്റി 4 മോളാർ ആണ്, ഇൻറ്റു ആ സമയത്തുള്ള വോളിയം 250 ml ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് M2 എന്ന് തന്നെ കൊടുത്തു, ഇൻറ്റു രണ്ടാമത്തെ വോളിയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മക്കളെ 750 ആണ്. ഇത് ചെയ്താൽ M2വിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് 4 × 250 by 750 ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇതിൽ 3 അല്ലേ ആൻസർ? 4/3 ആയിരിക്കും മോളാർ. 4/3 മോളാർ ആയിരിക്കും. അത് ഷോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 വോളിയം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇത്ര മാത്രമുള്ള പൊന്നുമക്കളെ. M1V1 ഈസ് ഈക്വൽ ടു M2V2. എന്താ ഇക്വേഷൻ? M1V1 ഈസ് ഈക്വൽ ടു M2V2. ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ടൈപ്പ് നോക്ക്. ഇത് നിങ്ങളുടെ മൊളാരിറ്റി വെച്ചുള്ള ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കുന്നവർ. ആ ട്വിസ്റ്റാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കണ്ടോ? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ്. ആരാണ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് എന്ന് ചോദിച്ചാൽ അയാളുടെ ഫോർമുല ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അയാളുടെ മാസ് കാണണം. എന്തിന് പ്രിപ്പയർ ചെയ്യാൻ? 0.1 മോളാർ 250 ml സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള അയാളുടെ മാസ് കാണണം. വിച്ച് മീൻസ് നിങ്ങൾക്ക് മൊളാരിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 0.1 മോളാർ തന്നിട്ടുണ്ട്. വോളിയം ഇൻ മില്ലി ലിറ്ററും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് 250 ml ആണ്. ഓക്കെ അല്ലേ? 250 ml ആണ്. ഇനി മക്കളെ, നിങ്ങൾക്ക് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാം. കാരണം തന്നിരിക്കുന്ന സൊല്യൂട്ട് അയാളാ. ആരാ? H2CO4.2H2O. ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആള്. ഇയാളുടെ മോളാർ മാസ് നിങ്ങൾ കാണണം. എങ്ങനെ കാണുക? ഹൈഡ്രജന്റെ മാസ് 1 ആണെന്നറിയാത്ത കുട്ടികളില്ല. പിന്നെ കാർബണിന്റെ മാസ് 12 ആണ്, ഓക്സിജൻ 16 ആണ്. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അപ്പം 2 പ്ലസ് ഇവിടെ കാർബൺ 2 ആവുമ്പോൾ 24 പ്ലസ് ഓക്സിജൻ 4 ആവുമ്പോൾ 1 16, 16 × 4 64 പ്ലസ് 2 വാട്ടർ. 1 വാട്ടറിന് 18. അപ്പം 2 വാട്ടറിന് 36 ആണ്. ഒന്ന് കൂട്ടി നോക്കടാ മക്കളെ. പറ എങ്ങനെ വരിക? 64, 36, 24, 2, 14ഉം 16ഉം 1, 6, 3, 9, 10, 12. യെസ്, 126 ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന എന്ത്? മോളാർ മാസ്. 126 ആണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നിങ്ങൾക്ക് കിട്ടുക. മോളാർ മാസ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങളോട് ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഗിവൺ മാസ് എത്ര മാസ് ഉണ്ടെന്നാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB/MB × 1000/VML. എടാ മക്കളെ, ഇതിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് ആരെയാ കാണാൻ പറഞ്ഞിരിക്കുന്നത്? WB-യാ. ഗിവൺ മാസ് കാണണം. അപ്പം എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരിക, അതിനെ മാത്രം നിർത്തുക. എങ്ങനെ? WB ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് വരുമ്പോൾ M × MB × ഇത് VML ഡിവൈഡഡ് ബൈ മുകളിലുള്ളവരൊക്കെ താഴോട്ട് വരും, താഴെയുള്ളവരൊക്കെ മുകളിലോട്ട് വരും, മുകളിലൊക്കെ താഴോട്ട് വരും. ഇങ്ങനെ വരാം. താഴെ വരുമ്പോൾ WB നിർത്തുക. ഇയാളെ മാത്രം ആരാ? 1000.
ക്ലിയർ അല്ലേ? ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസറായി. മൊളാരിറ്റി എത്രയുടെ മക്കളെ? 0.1 ആണ് തന്നിട്ടുണ്ട്. മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇപ്പം കിട്ടി 126 ഇൻറ്റു VML ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 250 ആണ്. ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ നിങ്ങളുടെ എന്തായി മക്കളെ? ഗിവൺ മാസ് ഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടും. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഗ്രാമിൽ കിട്ടും. ഒന്നുമില്ല, മൊളാരിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ആ ഇക്വേഷനെ ഒന്ന് മാറ്റി കൊടുത്തു എന്ന് മാത്രം. ഇങ്ങനെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവില്ല, ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ എക്സാം പേപ്പറിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് മക്കളെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് നോക്കണം മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാണ് ചെയ്യുക. വീഡിയോ വെറുതെ കണ്ടു പോയിട്ട് കാര്യമില്ലടാ. ഇനിയും പറയാണ്, വീഡിയോ വെറുതെ പോയി കണ്ടിട്ട് കാര്യമില്ല. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾ പെന്നും പേപ്പറും എടുത്ത് ആ പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടത് മനസ്സിലാക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കണം മക്കളെ. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. 3 മോളാർ സൊല്യൂഷനിൻ്റെ ഡെൻസിറ്റി 1.25 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനിൻ്റെ മൊളാലിറ്റി കാണണം. മൊളാലിറ്റി അല്ല, മൊളാലിറ്റി കാണാൻ ആ ക്വസ്റ്റ്യൻ. അറിയാം മൊളാലിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള റിലേഷൻ. എടാ മൊളാരിറ്റി തന്നിക്കണ്, മൊളാലിറ്റി കാണണം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാനൊരു റിലേഷൻ പഠിപ്പിച്ചു. മൊളാലിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള റിലേഷൻ. എവിടെയാ റിലേഷൻ? ഇതാണ് ആ റിലേഷൻ. എന്താ? മൊളാലിറ്റി M is equal to 1000 M by 1000 D minus MMB. എന്താ മക്കളെ പറഞ്ഞ കേക്കട്ടെ. യെസ്, 1000 M ഡിവൈഡഡ് ബൈ 1000 D മൈനസ് M ഇൻറ്റു MB ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞാൽ അത് മൊളാരിറ്റിയാണ്. 1000 ഇൻറ്റു മൊളാരിറ്റി 3 മോളാർ ആണ്. ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 1.25 ആണ്. മൈനസ് ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞാൽ അത് മൊളാരിറ്റി തന്നെയാണ്, 3 ആണ്. ഇൻറ്റു MB. ആരാ MB? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ആരാ സൊല്യൂട്ട്? NaCl അല്ലടാ സൊല്യൂട്ട്. NaClൻ്റെ മോളാർ മാസ് എത്രയെന്ന് ചോദിച്ചാൽ സോഡിയം 23, ക്ലോറിൻ 35.5, ആൻസർ 58.5. അപ്പം മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയെന്ന് ചോദിച്ചാൽ അത് 58.5 ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് മൊളാലിറ്റി മൊളാൽ എന്നുള്ള യൂണിറ്റിൽ കിട്ടും. മൊളാൽ എന്നുള്ള യൂണിറ്റിൽ മൊളാലിറ്റി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിലേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മിക്കവാറും ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കാണുന്നു. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്, ക്ലിയർ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അപ്പം നമ്മൾ ആ ഫസ്റ്റ് സെക്ഷൻ ചെയ്തു. അതായത് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് സെഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളോട് ചോദിക്കുന്ന കാര്യമാണ് മക്കളെ സൊല്യൂഷനിലെ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം. കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിങ്ങളോട് സ്ഥിരമായി ചോദിക്കുന്ന ആൾക്കാർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അതവിടെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും ചോദിക്കുക ബോയിലിംഗ് പോയിന്റിന്റെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. അരക്കിയ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഈ 3 ആളുകളുടെ പ്രോബ്ലമാണ് മക്കളെ നിങ്ങളോട് ചോദിക്കുക. അത് പഠിക്കാൻ ഇക്വേഷൻസ് വേണം. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ്. ഡെൽറ്റ TB എന്ന റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെ കാണുക? TB മൈനസ് T0B. ആരാ അപ്പം TB സാറേ? ആരാ TB എന്ന് പറഞ്ഞാൽ പഠിച്ചോ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ആ സൊല്യൂഷനിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആരാ സാറേ? അപ്പോൾ T0B ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള അയാളുടെ ബോയിലിംഗ് പോയിന്റ് ആണ് T0B. ഒരാൾ ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള അയാളുടെ ബോയിലിംഗ് പോയിന്റ് ആണ് T0B. അയാൾ സൊല്യൂഷൻ ആക്കിയാൽ, അതായത് സോൾവെന്റിക്ക് സൊല്യൂട്ട് ആഡ് ചെയ്താൽ അയാളെ ബോയിലിംഗ് പോയിന്റ് TB ആണ്. മറ്റേത് മക്കളെ T0B ആണ് എന്നോർത്ത് വെച്ചോ. ഇനി T0B ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് ആണ്, TB ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്, അറിഞ്ഞിരിക്കുക. ഇനി ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു
കെ ബി ഇൻറ്റു എം ആ. കെ ബി എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് ആണ്, അത് വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റാ. ഇനി എം എന്ന് പറഞ്ഞാൽ മൊളാലിറ്റിയാ. അപ്പം അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? കെ ബി ഇൻറ്റു പറ ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു 1000/WA. കാരണം മൊളാലിറ്റിയുടെ ഇക്വേഷൻ തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, ആ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതേപോലെ തന്നെയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് കുറയുക. പക്ഷെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം, ഡെൽറ്റ ടി എഫ്, ഇവിടെ ഡെൽറ്റ ടി ബി, ഡെൽറ്റ ടി എഫ് കാണുമ്പോൾ ടി എഫ് മൈനസ് T0F അല്ല, T0F മൈനസ് ടി എഫ് ആണ്. കാരണം സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് അവിടെ കൂടുതൽ, ആരെക്കാളും? സൊല്യൂഷനേക്കാളും. എന്താ മക്കളെ? സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് അവിടെ കൂടുതൽ, ആരെക്കാളും? സൊല്യൂഷനേക്കാളും. അപ്പൊ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു T0F മൈനസ് ടി എഫ് എന്നാണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. മൊളാലിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. എന്താ? ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. കെ ബി എന്താ? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റാ. കെ എഫ് എന്താ? ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ ടൈപ്പ് പ്രോബ്ലം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒരാളെയും കൂടി പറയാണ് സാറ്, അതാണ് ഓസ്മോട്ടിക് പ്രഷർ. നിങ്ങളതിനെ റെപ്രസെന്റ് ചെയ്യുക പൈ എന്നാണ്. ഓസ്മോട്ടിക് പ്രഷർ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക പൈ എന്നാണ്. ഇക്വേഷൻ എന്താ മക്കളെ? പൈ ഈസ് ഈക്വൽ ടു CRT. എന്താ ഇക്വേഷൻ? പൈ ഈസ് ഈക്വൽ ടു CRT. സി എന്ന് പറഞ്ഞാൽ അത് കോൺസെൻട്രേഷൻ ആണ്. നിങ്ങൾ ഇവിടെ സി എടുക്കേണ്ടത് മൊളാലിറ്റി അല്ല, മൊളാരിറ്റിയാണ്. ക്യാപിറ്റൽ ലെറ്റർ എമ്മിനെയാണ് നിങ്ങളിവിടെ കോൺസെൻട്രേഷൻ ആയിട്ട് എടുക്കേണ്ടത്. അതായത് ഇവിടെ മൊളാരിറ്റിയുടെ ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. WB/MB ഇൻറ്റു 1000/VML ഇൻറ്റു RT. സിയുടെ പകരം ഞാൻ മൊളാരിറ്റിയുടെ ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൽ മാത്രം മൊളാരിറ്റിയാണ്, ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. മറ്റു ബോയിലിംഗ് പോയിന്റിൻ്റെയും ഫ്രീസിംഗ് പോയിന്റിൻ്റെ ഒക്കെ കേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മൊളാലിറ്റിയാണ്, സ്മോൾ ലെറ്റർ എം ആണ് എന്നോർത്താൽ ഇതിൻ്റെ പ്രോബ്ലം ഈസി ആയിട്ട് പുട്ടുപോലെ ചെയ്യണം. ശ്രദ്ധിച്ചോ? പ്രോബ്ലംസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്ക്, ആദ്യം ബോയിലിംഗ് പോയിന്റിന്റെ ക്വസ്റ്റ്യൻ തുടങ്ങാം. എന്താ ബോയിലിംഗ് പോയിന്റിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് വായിച്ചു നോക്ക് പൊന്നു മക്കളെ. എന്താ? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഇസ് 353.23 കെൽവിന. ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. വെൻ 1.8 ഗ്രാം ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അതായത് ബെൻസീന് അവിടുത്തെ സോൾവെന്റ് ആണ്, അയാൾ ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള ബോയിലിംഗ് പോയിന്റ്, വിച്ച് മീൻസ് ഒറ്റക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ T0B, ഒറ്റക്ക് നിൽക്കുന്ന ബോയിലിംഗ് പോയിന്റ്. ഒറ്റക്ക് നിൽക്കാറുന്ന 0 എന്ന് കാണണം ഞങ്ങളെ ഓർമ്മയിൽ. ആൻസർ എത്രയാ? 353.23 കെൽവിനാണ് മക്കളെ. യെസ്. ഇനി അതിലോട്ട് 1.8 ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ടിന്റെ മാസ് തന്നിരിക്കുന്നു. എത്രയാ? 1.8 ഗ്രാം. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രാമിലാണ് ഡിസോൾവ് ചെയ്യുന്നത്? 90 ഗ്രാം ബെൻസീനിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ബെൻസീനാണല്ലോ സോൾവെന്റ്. അപ്പൊ സോൾവെന്റിന്റെ മാസ് WA, സോൾവെന്റിന്റെ മാസ് തന്നിട്ടുണ്ട് 90 ഗ്രാം. ഓക്കെ അല്ലേ? ദ ബോയിലിംഗ് പോയിന്റ് റേസ്ഡ്. ബോയിലിംഗ് പോയിന്റ് കൂടി. ഒരു സോൾവെന്റിലോട്ട്, ബെൻസീനാണ് സോൾവെന്റ്, ആ സോൾവെന്റിലോട്ട് സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ ബോയിലിംഗ് പോയിന്റ് മക്കളെ കൂടി. ആ കൂടിയ ബോയിലിംഗ് പോയിന്റ് ആണ് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് TB. എത്രയാ? 354.11 കെൽവിനായി. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് ഓഫ് മോളാർ മാസ് ഓഫ് എന്ത് കാണണം? സൊല്യൂട്ട് കാണണം. എന്താ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ സിമ്പൽ? MB. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB. ഇത് കാണണം. ഇത് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിലൊരാളെയും കൂടി തന്നിട്ടുണ്ട്. KB വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര KB തന്നിട്ടുള്ളത്? ബെൻസീൻ്റെ 2.53 ആണ് KB എന്നുള്ളതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാൻ ഒന്നുമില്ലടാ, ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. പറ ഇക്വേഷൻ. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB/MB ഇൻറ്റു 1000/VML
WA കിട്ടി. മക്കളെ ഡെൽറ്റ TB കാണാൻ എന്താ ചെയ്യേണ്ടത്? അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ പഠിച്ചോ. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു എലവേഷൻ ആണല്ലോ. എലവേഷൻ ആവുമ്പോൾ എങ്ങനെയാ? TB മൈനസ് T0B. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തന്ന വാല്യൂ രണ്ടെണ്ണം നോക്കുക. ഇതും ബോയിലിംഗ് പോയിന്റ്, ഇതും ബോയിലിംഗ് പോയിന്റ്. ആരാണോ വലുത് അതിൽ നിന്ന് ചെറുത് കുറക്കുക. അങ്ങനെ അളിച്ചാലും മതി. വലുതിൽ നിന്ന് എന്ത് കുറക്കുക? ചെറുത്. അപ്പോൾ വലുത് എത്രയാടാ? ഇവിടെ ഡെൽറ്റ TB എങ്ങനെ ചെയ്യാം? വലുതെന്ന് പറയുന്നത് 354.11 മൈനസ് ചെറുതെന്ന് പറയുന്നത് 353.23 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു KB വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2.53 ഇൻറ്റു WB കിട്ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.8. MB നമുക്ക് അറിയില്ല, MB ആണ് കണ്ടെത്തേണ്ടത്. കണ്ടെത്താൻ ആൾ അങ്ങനെ തന്നെ ഇടും. ഞാനൊരു റൗണ്ട് ഇടുന്നുണ്ട്. MB കണ്ടെത്തണം. ഇൻറ്റു 1000/WA കണ്ടാൽ WA ആരാ മക്കളെ? WA 90 ആണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് NB വാല്യൂ കിട്ടും. ഇവിടെ സോൾവ് ചെയ്യുക. അവിടെയുള്ള എല്ലാ വാല്യൂസിനും ഇങ്ങോട്ട് കൊടുന്ന് MB മാത്രം ഒറ്റക്ക് നിർത്തിയാൽ MB വാല്യൂ ഈസി ആയിട്ട് കിട്ടും. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ തന്നെ ആൻസറായി മക്കളെ. എന്തിൻ്റെ ആൻസറായി? മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ബാക്കിയുള്ള എല്ലാ ആളുകളെയും അതിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എടുത്തെഴുതണം. അത് നിർബന്ധമാണ് മക്കളെ. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്തെഴുതിയാലേ നിങ്ങൾക്ക് ആ കണ്ടന്റ് ഓർമ്മയിൽ വരുള്ളൂ. അപ്പോൾ പഠിച്ചു വെക്കണം ആ കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കടാ മക്കളെ. അടുത്തത് ഇതും അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്യണം മക്കളെ. ഇത് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരികയാണ്. നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഫ്രീസിങ് പോയിന്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മക്കളെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഇതും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ചോദിച്ചിട്ടുള്ളത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB കാണാൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കൺസെപ്റ്റുകളും അതിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഡെൽറ്റ TF നേരിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ് ഡെൽറ്റ TF തന്നിട്ടുള്ളത്? ഡെൽറ്റ TF നേരിട്ട് തന്നിട്ടുണ്ട് 0.4 കെൽവിൻ ആണെന്ന് തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. MB കാണണം. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. കാരണം എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് നിങ്ങൾ എടുത്ത് എനിക്ക് ചെയ്തു തരണം. ചെയ്തിട്ട് മക്കളെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ വളരെ നല്ലത്. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ. നെക്സ്റ്റ് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കുറച്ചൊരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം ചോദിക്കാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ NCERTയിലുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ചോദിക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതണം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, 5% ഓഫ് എ സൊല്യൂഷൻ ഓഫ് കെയിൻ ഷുഗർ കെയിനിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതിൽ 5% ആണ് ഷുഗർ കെയിനിൻ്റെ മാസ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗർ കെയിനിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഷുഗർ കെയിനും ഉണ്ട്, വെള്ളമുണ്ട്, വാട്ടറും ഉണ്ട്, പിന്നെ ആരുണ്ട്? ഷുഗർ കെയിനും ഉണ്ടല്ലോ. അപ്പോൾ ഷുഗർ കെയിനിൻ്റെ മാസ് എത്ര പെർസെൻറ്റേജാന്ന് ചോദിച്ചാൽ അത് 5% ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ എന്താ ഈ പെർസെൻറ്റേജ്? ഒരു ഡൗട്ടും വേണ്ടടാ, 100% ആണ് സൊല്യൂഷൻ എന്ന് ഓർക്കുക. അതായത് സൊല്യൂഷൻ്റെ ടോട്ടൽ മാസ് 100 ഗ്രാം അല്ലെങ്കിൽ 100 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൽ 5 ഗ്രാം ആരാണ് മക്കളെ? നിങ്ങളുടെ കെയിൻ ഷുഗറാണ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ്റെ മാസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പെർസെൻറ്റേജിലാണ് തന്നിട്ടെന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ കണ്ട് ഒഴിവാക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ആ പെർസെൻറ്റേജിനെ ഗ്രാമാക്കാൻ സൊല്യൂഷൻ്റെ മാസ് 100 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. സൊല്യൂഷൻ്റെ മാസ് 100 ആണെന്ന് അസ്യൂം ചെയ്താൽ അതിൽ 5% ആണല്ലോ കെയിൻ ഷുഗർ. അപ്പോൾ 5 ഗ്രാം ഷുഗർ കെയിൻ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ എങ്ങനെ നിങ്ങൾ പറയാ? പറഞ്ഞാൽ കേൾക്കട്ടെ. നിങ്ങൾക്കറിയാം ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിരിക്കുന്നു 5 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാ ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് നിങ്ങൾ കണ്ടെത്തുക? ഗിവൺ മാസ് ഓഫ് സോൾവെന്റ്? ഒന്നുമില്ലടാ, സോൾവെന്റിന്റെ മാസ് കാണാൻ 100 ഗ്രാം ആണ് സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്യുക. മൈനസ് സൊല്യൂട്ടിന്റെ മാസ് 5. എത്ര ഗ്രാം ആയിരിക്കും സോൾവെന്റ്? 95. 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ട്, അതിൽ 5 ഗ്രാം സൊല്യൂട്ടാ, ബാക്കി 95 ഗ്രാമും ആരായിരിക്കും? സോൾവെന്റ് ആയിരിക്കും. കത്തിക്കേ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് മക്കളെ ശ്രദ്ധിച്ചോ. ഇനി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണണല്ലോ, MB കാണണല്ലോ. MB ഒന്നുമില്ലടാ, തന്നിരിക്കുന്ന ആളെ ആരെ തന്നിരിക്കുന്നത്? C12H22O11.
ഇയാളുടെ മൊളാർ മാസ് എത്രയാ വരിക? കാർബൺ 12 12 × 12 144 പ്ലസ് ഹൈഡ്രജൻ 22 തന്നെ ഒന്നിന്, ഓക്സിജൻ ഒന്നിന് 16 അങ്ങനെ 11 ഉണ്ട്. അപ്പോൾ 16 × 11 6 1 6 1 6 7 176 ഒക്കെ പാടെ കൂട്ടി വെക്കുക. അപ്പോൾ എത്ര കിട്ടുക? ഒക്കെ പാടെ കൂട്ടുമ്പോൾ 144 22 176 4 2 6 12 4 1 5 5 2 7 14 ബാക്കി 1 342 കിട്ടും. എത്ര കിട്ടുക മക്കളെ? 342 ഗ്രാം പെർ മോളാണ് നിങ്ങളുടെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. കാരണം തന്നിരിക്കുന്ന മോളാർ, ആദ്യം തന്നിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കെയിൻ ഷുഗർ ആണ്, അത് C12H22O11 ആണ്. അത് വെച്ച് നിങ്ങൾ അയാളുടെ മൊളാർ മാസ് കണ്ടെത്തി മക്കളെ, 342. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യം, അയാളുടെ ഇപ്പം തന്നിരിക്കുന്ന ആ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ്, സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ TF, ആ സൊല്യൂഷനിൻ്റെ ഫ്രീസിങ് പോയിന്റ് തന്നിട്ടുണ്ട്. എത്രയാ? 271 കെൽവിനാണ്. ഇനി സോൾവെന്റ് ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള ഫ്രീസിങ് പോയിന്റ്, ആരാ അവിടെ സോൾവെന്റ്? വാട്ടറാ. കാരണം വെള്ളത്തിലോട്ടാണ് നമ്മൾ കെയിൻ ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പൊ സോൾവെന്റ് വാട്ടറാ. വാട്ടർ മാത്രം നിൽക്കുമ്പോഴുള്ള ഫ്രീസിങ് പോയിന്റ് 273.15 കെൽവിനാണ്. അതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 273.15 ആണ്. ഇനി മക്കളെ ശ്രദ്ധിച്ചോ, TF അറിയാം, T0F അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ TF കാണാം, വിച്ച് ഈസ് ഈക്വൽ ടു KF ഇൻറ്റു എങ്ങനെയാ WB/MB ഇൻറ്റു 1000/WA വെച്ച് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, വളരെ ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്, ഒന്നുമില്ല, ശ്രദ്ധിച്ചോളി മക്കളെ. ഡെൽറ്റ TF എങ്ങനെ കാണുക? T0F നിന്നും TF കുറക്കുക. T0F 273.15 മൈനസ് TF 271 കുറച്ചാൽ KFൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്, KF അറിയില്ല, ഇൻറ്റു WB എന്ന് പറയുന്നത് 5/MB എന്ന് പറയുന്നത് 342 ഇൻറ്റു 1000/WA എന്ന് പറയുന്നത് 95 കിട്ടി. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആരെ മാത്രമായിട്ട് കാണാൻ പറ്റൂടാ? KF മാത്രമായിട്ട് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരെ വാല്യൂ കിട്ടും? KFൻ്റെ വാല്യൂ കിട്ടും. KFൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് KFൻ്റെ വാല്യൂ എക്സ് എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. KFൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് ആരെ കണ്ടെത്തുക? KF കണ്ടെത്തുക. ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് KF കണ്ടെത്തുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കുക, കാൽക്കുലേറ്റ് ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് 5% സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. 5% സൊല്യൂഷൻ ഗ്ലൂക്കോസിൻ്റെ ഫ്രീസിങ് പോയിന്റ് കാണണം. ആ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെ? ഗ്ലൂക്കോസിൻ്റെ ഫ്രീസിങ് പോയിന്റ് കണ്ടൂടെ? KF കിട്ടിക്കഴിഞ്ഞു. KFൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും ഇവിടുന്ന്. അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ മക്കളെ നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെത് കാണുക? നിങ്ങൾക്കറിയാം, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് WB 5% 5 ഗ്രാമ. ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് 95 ഗ്രാമ, ഒരു മാറ്റമില്ല. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് മാറും, ആള് മാറി. ആരായിക്കണത് ക്വസ്റ്റ്യനിൽ? ഗ്ലൂക്കോസ് ആയി. കെയിൻ ഷുഗർ അല്ല, അത് ഗ്ലൂക്കോസ് ആയി. ഗ്ലൂക്കോസ് ആണെങ്കിൽ ഫോർമുല C6H12O6. മാസ് കൂട്ടി നോക്കടാ, 12 × 6 72, 12 പ്ലസ് 16 × 6 96 അല്ലേ? 96. ഇതൊന്ന് കൂട്ടി നോക്കി എത്ര വരിക? 96 4 100 180 അല്ലേ? 180 ഗ്രാം പെർ മോൾ കിട്ടും. ഓക്കെ അല്ലേ? എന്തിൻ്റെ മാസ് കിട്ടി മക്കളെ? നിങ്ങളുടെ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കാണാൻ പറ്റും? നിങ്ങളുടെ ഡെൽറ്റ TF എങ്ങനെ കാണുക? എങ്ങനെയാണ് കാണുക? T0F മൈനസ് TF അല്ലേ? T0F മൈനസ് TF വിച്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, T0F മൈനസ് TF ഈസ് ഈക്വൽ ടു KFൻ്റെ വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്. KF ഇൻറ്റു WB/MB ഇൻറ്റു 1000/WA. എല്ലാ ആളുകളുടെയും വാല്യൂ അറിയാം. T0F എത്രയാ?
പ്യുവർ സോൾവെന്റ് വെള്ളത്തിൻ്റെത് എത്രയാ മക്കളെ? പ്യുവർ സോൾവെന്റ് വെള്ളത്തിൻ്റെ T0F എത്രയാ? 273.15 273.15 മൈനസ് TF അറിയില്ല, കാരണം പുതിയ ഫ്രീസിംഗ് പോയിന്റ് ആണ്, ഇതാണ് കണ്ടെത്തേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു KFX എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും, അത് കൊടുക്കുക. WB 5 MB 180 ഇൻറ്റു 1000/WA എന്ന് പറയുന്നത് 95. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ വാല്യൂ കിട്ടും മക്കളെ? TFൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? ഫ്രീസിങ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താ? KF ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ആരെ കണ്ടെത്തി? KF കണ്ടെത്തണം. ആ KF കണ്ടെത്താനാണ് മക്കളെ നിങ്ങൾക്ക് ഷുഗർ കെയിനിൻ്റെ വാല്യൂസ് മൊത്തം തന്നിക്കുന്നത്. ആ KF വെച്ച് നിങ്ങൾ TF ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ കണ്ടെത്തണം. ആ ഗ്ലൂക്കോസ് സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ഞാൻ കാണിച്ചു തന്നത്. മക്കളെ, നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം, സോൾവ് ചെയ്യുക, ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. ഇനി ഈ ചാപ്റ്ററിലെ ഒരു ലാസ്റ്റ് ടൈപ്പാണ് ഓസ്മോട്ടിക് പ്രഷർ കാണാൻ. ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. പൈ ഈസ് ഈക്വൽ ടു CRT. C മൊളാരിറ്റി ആണ്. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു WB/MB ഇൻറ്റു 1000/VML ഇൻറ്റു RT. ഓക്കെ അല്ലേ മക്കളെ? WB തന്നിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യനിൽ എന്താ കാണാൻ ചോദിച്ചിട്ടുള്ളത്? മൊളാർ മാസ് ഓഫ് സൊല്യൂട്ടാ കാണേണ്ടത്. മൊളാർ മാസ് ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB കാണണം. പൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 2.57 ഇൻറ്റു 10⁻⁻³ WB എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 1.26 ഗ്രാം ആണ്. 1.26 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് കാണണം, അറിയില്ല, ഇൻറ്റു 1000/VML അറിയില്ല. വോളിയം സെൻറ്റിമീറ്റർ ക്യൂബിലാണ് തന്നിട്ടുള്ളത്. എടാ ഒന്നുമില്ല, 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മില്ലി ലിറ്റർ തന്നെയാണ്. 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആരെന്നെയാ? 1 മില്ലി ലിറ്റർ ആണ്. പഠിച്ചു വെച്ചോ. അതുകൊണ്ട് തന്നെ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്തിന് ഈക്വലാണ്? 1000 ml ഈക്വലാ. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ പഠിച്ചോ മക്കളെ, അത് 1000 ml ഈക്വലാ. ഇൻറ്റു പ്രഷറിൻ്റെ യൂണിറ്റ് ഒന്നും നിങ്ങൾ മാറ്റണ്ട, കാരണം ഇവിടെയും യൂണിറ്റ് ബാറിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ യൂണിറ്റും ഒന്നും കളിക്കാൻ നിൽക്കണ്ട. ഇവിടെയും ബാറാണ്, ഇവിടെയും ബാറാണ്, യൂണിറ്റ് ഒന്നും മാറ്റണ്ട. ഇൻറ്റു ആറിൻ്റെ വാല്യൂ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 0.083. ഇൻറ്റു മക്കളെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് 300 കെൽവിനാണ്. ആൻസറായി. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് MBയുടെ, അതായത് ഇയാളങ്ങോട്ട് കൊണ്ടുവരിക, MBനെ അങ്ങോട്ട് കൊണ്ടുവരിക, MBൻ്റെ വാല്യൂ മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊളാർ മാസ് ഓഫ് സൊല്യൂട്ടും പുട്ടുപോലെ നിങ്ങൾക്ക് കണ്ടെത്താം. മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഗ്രാം പെർ മോൾ എന്ന് പറയുന്ന യൂണിറ്റിലാണ് കിട്ടുക. നിങ്ങൾക്കറിയാവുന്നതാണ്, ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ പഠിച്ചിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഒറ്റ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വാൻ ഡെ ഹോഫ് ഫാക്ടർ ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ആളുടെ വാൻ ഡെ ഹോഫ് ഫാക്ടർ കണ്ടെത്തുക. വിച്ച് മീൻസ് NaCl ഡിസോസിയേറ്റ് ചെയ്താൽ ആരൊക്കെ കിട്ടും മക്കളെ? നിങ്ങൾക്കറിയാം, Na+ കിട്ടും, Cl- കിട്ടും. Na+ കിട്ടും, Cl- കിട്ടും. ഇയാളുടെ വാൻ ഡെ ഹോഫ് ഫാക്ടർ കാണാൻ പറഞ്ഞാൽ I ആണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ. എങ്ങനെ I കാണുക? ആഫ്റ്റർ ഡിസോസിയേഷൻ ഉള്ള ആൾക്കാരുടെ എണ്ണം ബൈ ബിഫോർ ഡിസോസിയേഷൻ ഉള്ള ആൾക്കാരുടെ എണ്ണം. ആഫ്റ്റർ എത്ര ആളായി? 1 2 2 മുമ്പിൽ ആദ്യം ഒരാളല്ലേ ഉള്ളൂ. 2/1. ആൻസർ എത്രയാ? 2 കിട്ടി. ഇനി AlCl3 ഞാനൊന്ന് കാണിച്ചു തരാം. അടുത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണേ. AlCl3 അലൂമിനിയം 3+ഉം 3 Cl- സ്പ്ലിറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ വാൻ ഡെ ഹോഫ് ഫാക്ടർ I എങ്ങനെ കാണുക? ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര ആൾക്കാരായി? ഇവിടെ 1 3, 1 3 4 ഡിവൈഡഡ് ബൈ ബിഫോർ ഒറ്റ ആളേ ഉള്ളൂ, അത് 4 ആളായിട്ട് മാറി. ആ ഒരാളത് 1. അപ്പോൾ 4/1 ആൻസർ 4. ഈ രീതിയിലാണ് നിങ്ങൾ വാൻ ഡെ ഹോഫ് ഫാക്ടർ I കണ്ടെത്തുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ ചെയ്താൽ നിങ്ങൾക്ക് വാൻ ഡെ ഹോഫ് ഫാക്ടർ I കാണാൻ പറ്റും. ഇത്രയും ടൈപ്പ് ന്യൂമറിക്കൽസ് ആണ് നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ഇലക്ട്രോ കെമിസ്ട്രി. എന്താ മക്കളെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആദ്യം പഠിക്കാനുള്ളത്? 3 റിലേഷൻ പഠിച്ചോ ഇലക്ട്രോ കെമിസ്ട്രിയിലെ. E0 cell is equal to, എൻ്റെ കൂടെ പറഞ്ഞ് പഠിക്കണേ, ഈ 2.303 RT/NF log Kc. ആരാ R? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആരാ T?
ടെമ്പറേച്ചർ, ആരാ എൻ, ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ വാലൻസി. എഫിൻ്റെ വാല്യൂ 96,500 കൂളോംബാണ്. അതിനെ ഫാരഡേയ്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ വിളിക്കും. 96,500 കൂളോംബാണെന്ന് പഠിച്ചോ. കെ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആരാ കെ സി? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആരാ ഡെൽറ്റ ജി എന്ന് പറയുന്ന ആള്? ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് എനർജിയെയാണ് മക്കളെ നിങ്ങൾ ഡെൽറ്റ ജി എന്ന് റെപ്രസെന്റ് ചെയ്യുക. ടേംസ് ഒന്ന് അറിഞ്ഞിരുന്നോ? പറഞ്ഞ ഫസ്റ്റ് റിലേഷൻ E0 സെല്ലും കെ സിയും തമ്മിലുള്ള ഫസ്റ്റ് റിലേഷൻ എന്താ? E0 സെൽ ഇസ് ഈക്വൽ ടു 2.303 RT/NF ലോഗ് കെ സി. രണ്ടാമത്തെ ആള് ഡെൽറ്റ G0യും E0 സെല്ലും തമ്മിലുള്ള റിലേഷൻ. ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -NF E0 സെല്ല്. മൂന്നാമത്തെ റിലേഷൻ ഡെൽറ്റ G0യും കെ സിയും തമ്മിലുള്ള റിലേഷൻ. ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -2.303 RT ലോഗ് കെ സി. പഠിച്ചു വെച്ചോ. ഇത്രയും റിലേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം ഇത്രയും റിലേഷൻസ്. ഈ റിലേഷൻ വെച്ചുള്ള പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം ഓക്കെ, കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ആരെ കാണേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കെ സി കാണണം. അതന്നെ ഓഫ് ഡാനിയൽ സെല്ല് അറ്റ് 298 കെൽവിൻ. ഡാനിയൽ സെല്ലിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി കാണണം. ഇക്വേഷൻ അറിയാം. E0 സെൽ ഈസ് ഈക്വൽ ടു 2.303 RT/NF ലോഗ് കെ സി. പഠിച്ചോ? ലോഗ് കെ സി. ഇതിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് കെ സിയുടെ വാല്യൂ കാണാനാണ്. എടാ, ഒരു ഡാനിയൽ സെല്ലിൻ്റെ E0 സെൽ എന്ന് പറയുന്നത് എത്രയാണ്? കാണാതെ പഠിച്ചിട്ടുണ്ട്. 1.1 വോൾട്ടാണ്. എത്രയാ മക്കളെ? 1.1 വോൾട്ടാ. ആറിൻ്റെ വാല്യൂ എല്ലാ കുട്ടികൾക്കും അറിയാം, 8.314 ആണ്. ഇനി ടെമ്പറേച്ചറിൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ അത് 298 കെൽവിൻ ആണ്. നമ്പർ ഓഫ് അല്ലെങ്കിൽ ചാർജ്, ഡാനിയൽ സെല്ലിൻ്റെ ചാർജ് എത്രയാ? എടാ, ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ എന്താ ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ? കേൾക്കട്ടെ. Zn plus Cu2 plus gives Zn2 plus Cu ആണല്ലോ. ഇതിൽ ഇവിടെയും 2+ ആണ്, ഇവിടെയും 2+ ആണ്. അതുകൊണ്ട് ഒരു ഡാനിയൽ സെല്ലിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. തലയിലോട്ട് കയറ്റിക്കോ. ഡാനിയൽ സെല്ലിൻ്റെ E0 സെൽ എന്ന് പറയുന്നത് 1.1 ആയിരിക്കും. ഡാനിയൽ സെല്ലിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2 ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചാൽ അവിടെ ആ കൺസെപ്റ്റും ക്ലിയർ ആയി. എഫിൻ്റെ വാല്യൂ ഇപ്പം ഞാൻ പഠിപ്പിച്ചു. ഫാരഡേയ്സ് കോൺസ്റ്റന്റ് 96,500 കൂളോം. ഇത് നിങ്ങൾ ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെയാ? E0 സെല്ല് 1.1, 2.303, R 8.314, ടെമ്പറേച്ചർ 298 ഡിവൈഡഡ് ബൈ N2 F 96,500 ലോഗ് കെ സി ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരിക, അയാളെ മാത്രം ഒറ്റക്ക് നിർത്തുക. അപ്പോൾ 1.1 ഇൻറ്റു 2 ഇൻറ്റു 96,500 ബൈ താഴോട്ട് 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 298 ഈസ് ഈക്വൽ ടു ആരാ മക്കളെ? ലോഗ് കെ സി. നമുക്ക് വേണ്ടത് കെ സി ആണ്. കെ സിയെ ഒറ്റക്ക് നിർത്തി ലോഗിനെ ഈ സൈഡിക്ക് കൊടുന്നാൽ ആരായി? ലോഗിന് ഇങ്ങോട്ട് കൊടുന്നാൽ ആൻറ്റി ലോഗ് ഈ വാല്യൂ, ആൻറ്റി ലോഗ് ഈ വാല്യൂ. അപ്പോൾ ഡൗട്ട്, സാറേ എങ്ങനെയാ ആൻറ്റി ലോഗ് കാണുക? കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ലോഗ് എന്നടിച്ചാൽ, കാൽക്കുലേറ്ററിൽ എന്താ അടിക്കേണ്ടത് ആൻറ്റി ലോഗ് കാണാൻ? ഷിഫ്റ്റ് ലോഗ് എന്നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആള് ആൻറ്റി ലോഗ് ആയിരിക്കും. ആൻറ്റി ലോഗ് കാൽക്കുലേറ്ററിൽ കാണാൻ ഷിഫ്റ്റ് ലോഗ് അടിച്ചാൽ മതി മക്കളെ. ആൻറ്റി ലോഗ് ഈ കിട്ടിയ വാല്യൂ ചെയ്താൽ ആ വാല്യൂവിൻ്റെ ആൻറ്റി ലോഗ് എടുത്താൽ നിങ്ങൾക്ക് ആരെ കിട്ടും? കെ സി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസി ആയിട്ട് കാണാൻ പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ടൈപ്പ് പ്രോബ്ലം. അപ്പോൾ ആ റിലേഷൻ പഠിക്കണം. ഈ റിലേഷനാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഈ റിലേഷനാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഗിബ്സ് എനർജി ചേഞ്ച് ഫോർ ഡാനിയൽ സെൽ? അത് സിമ്പിളായിട്ട് കാണാം. ഡാനിയൽ സെല്ലിൻ്റെ ഗിബ്സ് എനർജി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ഇത് ഇവിടെ ഉണ്ട്. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NF E0 സെൽ. എൻ എത്രയാ ഡാനിയൽ സെല്ലിൻ്റെ? 2 ആണ്. എഫിൻ്റെ വാല്യൂ 96,500. E0 സെല്ലിൻ്റെ വാല്യൂ 1.1. ആ 3 വാല്യൂ കൊടുത്താൽ ഗിബ്സ് എനർജി ഓഫ് ഡാനിയൽ സെല്ല് ഈസി ആയി കാണാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
യെസ്. നെക്സ്റ്റ് മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മൊളാർ കണ്ടക്ടിവിറ്റി കാണാൻ വേണ്ടി ചോദിക്കും. മൊളാർ കണ്ടക്ടിവിറ്റിയെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക ലാംഡ എം എന്നാണ്. എന്താ റെപ്രസെന്റ് ചെയ്യുക? ലാംഡ എം. ഇക്വേഷൻ പഠിച്ചു വെക്കണേ. ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 K by molarity. വെരി ഇമ്പോർട്ടൻറ്റ്. ഇക്വേഷൻ പഠിച്ചോ. ലാംഡ എം ഈസ് ഈക്വൽ ടു ആരാ? 1000 K by molarity. ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 K by molarity ആണ്. K എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കണ്ടക്ടിവിറ്റി. ക്വസ്റ്റ്യനിൽ തരും മക്കളെ, കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യനിൽ തരും. ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം, സൊല്യൂഷനിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, മൊളാരിറ്റി എന്ന് പറയുന്ന ആളാ. അങ്ങനെയാണെങ്കിൽ ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു കണ്ടക്ടിവിറ്റി എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 0.2 ആണ്. അല്ല സോറി, 0.2 അല്ല. കണ്ടക്ടിവിറ്റി എത്ര തന്നിട്ടുള്ളത്? കണ്ടക്ടിവിറ്റി 0.0248 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ആണ് 0.2 ചെയ്താൽ ലാംഡ എമ്മിൻ്റെ വാല്യൂ കിട്ടും. യൂണിറ്റ് സൈമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. പറഞ്ഞ മക്കളെ എന്താ? സൈമൻ. എസ് സൈമൻ, സെക്കൻഡ് അല്ല, സൈമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. മൊളാർ കണ്ടക്ടിവിറ്റി ആയിക്കോട്ടെ, ഇനി അടുത്തത് പറയാൻ പോണ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി ആയിക്കോട്ടെ, ആരായാലും അവരുടെ യൂണിറ്റ് സൈമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചോ. ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 K by molarity. അത് വെച്ചാൽ മൊളാർ കണ്ടക്ടിവിറ്റി കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ചോദിക്കേണ്ട ടൈപ്പാണ് മൊളാർ കണ്ടക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് മക്കളെ ശ്രദ്ധിച്ചോ. മൊളാർ കണ്ടക്ടിവിറ്റി ഒക്കെ തന്നിട്ട് നിങ്ങളോട് അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്നറിയോ? പഠിച്ചോളി. മൊളാർ കണ്ടക്ടിവിറ്റി ഒക്കെ തന്നിട്ട് നിങ്ങളോട് ഒരാളുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എന്താ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ കാണാൻ വേണ്ടി ചോദിക്കും. ഒരാളുടെ മൊളാർ കണ്ടക്ടിവിറ്റി ഒക്കെ തന്നിട്ട് നിങ്ങളോട് അയാളുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കാണാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഇക്വേഷൻ പഠിച്ചോ. ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0. എന്താ ഇക്വേഷൻ? ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0. ആരാ ലാംഡ എം? ലാംഡ എം എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ആരാ? മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ആരാ ലാംഡ എം 0 സാറേ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആരാ ലാംഡ എം 0? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഇനി മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലാംഡ എം ഓഫ് അസറ്റിക് ആസിഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4.95 ഇൻറ്റു 10⁻⁻5 ആണ് തന്നിട്ടുണ്ട്. 4.95 ഇൻറ്റു 10⁻⁻5 ആണ് മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മൊളാർ കണ്ടക്ടിവിറ്റി കിട്ടി. പക്ഷേ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് ലാംഡ എം 0 ഓഫ് അസറ്റിക് ആസിഡ്, ആരാ അസറ്റിക് ആസിഡ്? CH3COOH എത്രയാണെന്ന് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതിന് പകരം തന്നിരിക്കുന്ന രണ്ടാൾക്കാർ ലാംഡ എം 0 ഓഫ് CH3COO മൈനസ് എത്രയെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലാംഡ എം 0 ഓഫ് H+ തന്നിട്ടുണ്ട്. കണ്ടോ? അസറ്റിക് ആസിഡിന്റെ ലാംഡ എം 0 ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണണമെങ്കിൽ അതിലുള്ള അയോണുകൾ കൂട്ടിയാൽ മതി. അയോണുകൾ കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ ലോന്റെ പേര് കോൾഡ്രാഷസ് ലോ. കോൾഡ്രാഷസ് ലോ പ്രകാരം അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ അതിലുള്ള ആനയോണിന്റെയും കാറ്റയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റികൾ പരസ്പരം കൂട്ടിയാൽ മതി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? CH3COO മൈനസിന്റെ വാല്യൂ 50.5 ഇൻറ്റു 10⁻⁻5 പ്ലസ് H+ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 340 ഇൻറ്റു 10⁻⁻5. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ലാംഡ എം 0 ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് കാണാൻ പറ്റും. അപ്പോൾ സാധാ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് ക്വസ്റ്റ്യനിലുണ്ട്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടെത്തി. ഇനി ആൽഫ കാണാൻ ലാംഡ എം ബൈ ലാംഡ എം 0 ചെയ്യുക. ലാംഡ എം എത്രയാ? 4.95 ഇൻറ്റു 10⁻⁻5. ലാംഡ എം 0 രണ്ടും കൂടി കൂട്ടുക. 50.5 ഇൻറ്റു
10⁻⁵ പ്ലസ് 340 ഇൻറ്റു 10⁻⁵ ചെയ്താൽ ആൽഫ യൂണിറ്റ് ഇല്ല, രണ്ടും ക്യാൻസൽ ആയി പോവും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രയാണെന്ന് ഈസി ആയിട്ട് പുട്ടുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? λm/λm0. പഠിച്ചു വെച്ചോ മക്കളെ. ഇലക്ട്രോ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും നിങ്ങൾ കാണാൻ ചാൻസ് കൂടുതലാണ് ന്യൂമറിക്കലിൻ്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, യെസ്. നെക്സ്റ്റ് മക്കളെ, ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി λm0 തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് λm0 ഫോർ HAC കാണാൻ പറയും. അസറ്റിക് ആസിഡ് തന്നെയാണ് HAC, അതിനെ ഷോർട്ടാക്കി കൊടുത്തതാ. അസറ്റിക് ആസിഡ് HAC കാണാൻ പറയും. എടാ നിങ്ങളോട് λm0 ഫോർ HAC ആണ് കാണേണ്ടത്. λm0 ഫോർ ആരാ കാണേണ്ടത്? HAC. ആരൊക്കെ വേണം? എച്ചും വേണം, ഇവിടെ AC-യും വേണം അല്ലേ? ഹൈഡ്രജനും AC-യും വേണമല്ലോ. ഹൈഡ്രജന് ഈ തന്നിരിക്കുന്ന 3 ആൾക്കാരിൽ എവിടെ ഹൈഡ്രജൻ ഉള്ളത്? HCl ഹൈഡ്രജൻ ഉള്ളത്. അപ്പോൾ അയാളെ വേണം. λm0 ഓഫ് HCl എടുത്തു. അപ്പോൾ ഹൈഡ്രജൻ എനിക്ക് HCl നിന്ന് കിട്ടി. പ്ലസ് അടുത്തത് AC എവിടെ ഉള്ളത്? NaAC. λm0 ഓഫ് NaAC, അതിൽ AC ഉണ്ട്. അതായത് എനിക്ക് ഇവിടുന്ന് വേണ്ട 2 ആൾക്കാർ എച്ചും വേണം AC-യും വേണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് H കിട്ടും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് AC കിട്ടും. ഓക്കെ അല്ലേ? ഇനി മൈനസ് എനിക്കിവിടെ ആരൊക്കെ വേണ്ട? NA-യും എനിക്ക് വേണ്ട, CL-ഉം എനിക്ക് വേണ്ട. വേണോ? എനിക്ക് H-ഉം AC-യും മാത്രം മതി, HAC മതി. ഇവിടെ എക്സ്ട്രാ NA ഉണ്ട്, CL ഉണ്ട്. ഓല 2 ആൾക്കാർ എനിക്ക് വേണ്ട, ഓല ഒഴിവാക്കണം, മൈനസ് ചെയ്യണം. ആരെ കുറക്കേണ്ടത്? λm0 ഓഫ് NaCl. ആരെ കുറക്കേണ്ടത്? λm0 ഓഫ് NaCl. എടാ HCl-ന്റെ λm0യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 425.9 പ്ലസ് NaAC-യുടെ വാല്യൂ 91 മൈനസ് NaCl-ന്റെ വാല്യൂ 126.4. ഇത് ചെയ്താൽ മക്കളെ λm0 ഓഫ് HAC ഈസി ആയിട്ട് കിട്ടും. യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? സൈമൻ. എൻ്റെ കൂടെ പറയണേ, സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ആരെയാണോ ഉണ്ടാക്കേണ്ടത് അയാളെ കൂട്ടുക, വേണ്ടാത്ത ആൾക്കാരെ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് λm0 ഫോർ HAC ആണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്, അത് കിട്ടും. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HAC നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓർത്ത് വെച്ചോ. ക്ലിയർ അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യനും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ വെറൈറ്റി ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് മക്കളെ ശ്രദ്ധിച്ചോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ള തിയറിയാണ്. തിയറിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യില്ല, കാരണം നമ്മൾ ന്യൂമറിക്കൽസ് മാത്രമേ നോക്കുന്നുള്ളൂ. തിയറി വേറെ വീഡിയോകളിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു കാര്യം കൂടി മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ ചാപ്റ്റർ ഒന്ന് അറിഞ്ഞിരിക്കണേ. ചാപ്റ്റർ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് വരാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ആ ചാപ്റ്റർ കണ്ട് പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് ഈ വീഡിയോ കാണാൻ. അല്ലാതെ ന്യൂമറിക്കൽ വെറുതെ വന്നിട്ട് അടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളത് ഉറപ്പാണ്. വീണ്ടും പറയണം. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, സാർ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ? നിങ്ങൾ ഓൾറെഡി കണ്ടന്റ് പഠിക്കണം മക്കളെ. കണ്ടന്റ് പഠിച്ചിട്ടേ ഇവിടെ വന്ന് കണ്ടാലേ സാറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. ശ്രദ്ധിച്ചോ. എന്താ മക്കളെ, എന്താ എന്താ എം എന്ന് പറഞ്ഞാൽ മാസ്. എം എന്ന് പറഞ്ഞാൽ മാസ്. ഓക്കെ, എം ഈസ് ഈക്വൽ ടു മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ZIT. എന്താ ഇക്വേഷൻ? ZIT. Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ്. ആരാ മക്കളെ? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുക? Z എന്ന് വിളിക്കുക. I ആരാന്ന് ചോദിച്ചാൽ I കറണ്ട് ആണെന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. T ആരാന്ന് ചോദിച്ചാൽ അത് ടൈമാണ്. അതായത് മാസ് കാണാൻ ഒരു ഇലക്ട്രോഡിൻ്റെ മുകളിൽ എത്ര മാസ് ഓഫ് സബ്സ്റ്റൻസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തു എന്ന് കാണാനുള്ള ഇക്വേഷനാണ് M ഈസ് ഈക്വൽ ടു ZIT. ഇനി M ഈസ് ഈക്വൽ ടു ZIT നിങ്ങൾക്ക് അറിയാം, പക്ഷെ ക്വസ്റ്റ്യനിൽ Z തരൂല. ക്വസ്റ്റ്യനിൽ ആരെ തരൂല?
സെഡ് തരൂല. സെഡ് എങ്ങനെ ഞങ്ങൾ കണ്ടെത്തുക മക്കളെ? സെഡ് കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെച്ചോ. സെഡ് ഈസ് ഈക്വൽ ടു ഇക്വലന്റ് വെയിറ്റ് ബൈ 96,500. എന്താ മക്കളെ? ഇക്വലന്റ് വെയിറ്റ് ബൈ 96,500. അപ്പൊ അടുത്ത ചൊറ എന്താ? അടുത്ത ചൊറ അറിയോ? സെഡ് കാണാൻ സെഡ് സാറെ ക്വസ്റ്റ്യനിൽ തരൂല. ഓക്കെ, സെഡ് എങ്ങനെയാ കാണുക? ഇക്വലന്റ് വെയിറ്റ് ബൈ 96,500 കണ്ടാൽ സെഡ് കാണാൻ പറ്റും. അപ്പൊ അടുത്ത ചൊറ ഇക്വലന്റ് വെയിറ്റും ക്വസ്റ്റ്യനിൽ തരൂലടാ. എന്ത് ഒലക്കാണ്? ഇക്വലന്റ് വെയിറ്റും ക്വസ്റ്റ്യനിൽ തരൂല. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യുക? ഇക്വലന്റ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. ഇക്വലന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി അല്ലെങ്കിൽ ചാർജ്. എന്താ? ഇക്വലന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി അല്ലെങ്കിൽ ചാർജ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡിന്റെ മുകളിലുള്ള മാസ് അല്ലെങ്കിൽ ഇലക്ട്രോഡിന്റെ മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ZIT എന്ന് പറയുന്നത്. പക്ഷേ അതിൽ Z തരൂല. അപ്പൊ ഇക്വലന്റ് വെയിറ്റ് ബൈ 96,500 ചെയ്തോണം. ഇക്വലന്റ് വെയിറ്റ് തരൂല. അപ്പൊ അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി അല്ലെങ്കിൽ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. അപ്പൊ എങ്ങനെ സാർ ഇതൊക്കെ ചെയ്യാം? എടാ ഞാൻ കാണിച്ചരാ പ്രോബ്ലം. ശ്രദ്ധിച്ചോ, പ്രോബ്ലം നോക്കേ. ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ആരെ സൊല്യൂഷനാ? കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനാ. അത് ഇലക്ട്രോളിസിസ് നടത്തുന്നു 10 മിനിറ്റ് കണ്ട്. ഫസ്റ്റ് കാര്യം സാർ കണ്ടു 10 മിനിറ്റ് സമയം, 10 മിനിറ്റ് പ്രത്യേകിച്ച് തരാം. സമയം 10 മിനിറ്റ് നോക്കണേ. ഒരു മിനിറ്റ്. സമയം 10 മിനിറ്റ്. ടൈം 10 മിനിറ്റ്. മിനിറ്റിന് നിങ്ങൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 10 × 60 വിച്ച് മീൻസ് 600 സെക്കൻഡ് കിട്ടി. ഇനി കറണ്ട് 1 ആംപിയർ. കറണ്ട് I ആണ്, അത് 1 ആംപിയർ ആണ്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. എത്ര മാസ് കോപ്പർ കാഥോഡിന്റെ മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കാണാനാ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ മാസ് കാണുക? M ഈസ് ഈക്വൽ ടു ZIT. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടടാ, Z തന്നിട്ടില്ല. Iയും Tയും തന്നിട്ടുണ്ട്, Z തന്നിട്ടില്ല. Z എങ്ങനെ കാണുക സാറേ? ഇക്വലന്റ് വെയിറ്റ് ബൈ 96,500 ചെയ്യണടാ. അപ്പൊ സാറേ ഇക്വലന്റ് വെയിറ്റ് തന്നിട്ടില്ലല്ലോ ക്വസ്റ്റ്യനിൽ. ഇക്വലന്റ് വെയിറ്റും തന്നിട്ടില്ല. എങ്ങനെ ഇക്വലന്റ് വെയിറ്റ് കാണുക? ഇപ്പൊ പഠിപ്പിച്ചടാ. അറ്റോമിക് വെയിറ്റ് ബൈ ചാർജ് അല്ലെങ്കിൽ വാലൻസി. ഇക്വലന്റ് വെയിറ്റ് എങ്ങനെ കാണുക? അറ്റോമിക് വെയിറ്റ് ബൈ ചാർജ് അല്ലെങ്കിൽ വാലൻസി. അപ്പൊ അറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ടാവും. ഇക്വലന്റ് വെയിറ്റ് കാണാൻ അറ്റോമിക് വെയിറ്റ് തന്നിക്കണ്. കോപ്പറിന്റെ അറ്റോമിക് മാസ് 63 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ചാർജ് കോപ്പറിന്റെ റിഡക്ഷൻ നടക്കുമ്പോൾ, കാരണം എന്താ റിഡക്ഷൻ? കാഥോഡിന്റെ ചോദിച്ചിരിക്കണത്. അപ്പൊ Cu2+ 2 ഇലക്ട്രോണെ വാങ്ങിയിട്ട് Cu ആവുമെന്ന് പഠിച്ചിരിക്കണ്. അവിടുത്തെ ചാർജ് എത്രയാ? 2+. ചാർജ് 2+. അപ്പൊ 63 ഡിവൈഡഡ് ബൈ 2 എത്രയാ ആൻസർ? 31.5 അല്ലെ? 31.5 ഇക്വലന്റ് വെയിറ്റ്. ഇക്വലന്റ് വെയിറ്റ് കിട്ടിയാൽ Z കാണാം. ഇക്വലന്റ് വെയിറ്റ് ബൈ 96,500. 31.5 ബൈ 96,500. Z കണ്ടാൽ മാസ് കാണാം. M ഈസ് ഈക്വൽ ടു ZIT. Z കിട്ടി. എത്രയാ? 31.5 ബൈ 96,500. കറണ്ട് 1 ആംപിയർ. ടൈം 600 സെക്കൻഡ്. കണ്ടാൽ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഓൺ കാഥോഡ് നിങ്ങൾക്ക് ഗ്രാമിൽ കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരൊറ്റ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 ഇക്വേഷൻ വേണം. ഫസ്റ്റ് M ഈസ് ഈക്വൽ ടു ZIT. Z തരൂല. ഇക്വലന്റ് വെയിറ്റ് ബൈ 96,500. ഇക്വലന്റ് വെയിറ്റ് തരൂല. അറ്റോമിക് വെയിറ്റ് ബൈ ചാർജ് ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 3 മാർക്കിൻ്റെ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ 3 ഇക്വേഷൻ ആവശ്യമുണ്ടെന്ന് ഓർത്ത് വെക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങളോട് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും പറയുന്നു മക്കളെ, തിയറി പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ, ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പെന്നും പേപ്പറും എടുത്ത് ഈ പ്രോബ്ലം ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഇതും വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഭയങ്കര റയറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. എന്താ ക്വസ്റ്റ്യൻ? ഫാരഡേ. എടാ നിങ്ങൾ എത്ര ഇലക്ട്രിസിറ്റി ഉണ്ടായി എന്ന് കാണണം. എന്തിൽ? ഫാരഡിൽ കാണണം. എത്ര ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ എന്തിൽ കാണണം? ഫാരഡിൽ കാണണം.
ഫാരഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ കാണണം. എങ്ങനെ ചോദ്യം എന്നറിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ചെയ്യണേ. ബി ക്വസ്റ്റ്യങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. 80 ഗ്രാം കാൽഷ്യം ഫ്രം CaOH ട്വൈസ് ആണ്. എടാ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയെന്ന് ചോദിച്ചാൽ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40 ആണ്. അപ്പോൾ 80 ഗ്രാമിൽ എത്ര മോൾസ് ഓഫ് കാൽഷ്യം ഉണ്ട്? 80 ഗ്രാമിൽ എത്ര മോൾസ് ഓഫ് കാൽഷ്യം ഉണ്ട്? 80/40 എത്ര മോളാ? 2 മോൾ കാൽഷ്യം ഉണ്ട്. ഓക്കെ അല്ലേ? അതായത് കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40 ആണ്. നിങ്ങളോട് ക്വസ്റ്റ്യനിൽ 80 ഗ്രാം കാൽഷ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 80 ഗ്രാമിൽ എത്ര മോൾസ് ഓഫ് കാൽഷ്യം ഉണ്ട് എന്ന് ചോദിച്ചാൽ 40 ആണ് ഒന്നിൻ്റെ. അപ്പോൾ 80/40 2 മോൾ ഉണ്ട്. ഓക്കെ അല്ലേ? എടാ ഈ കാൽഷ്യത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെ? കാൽഷ്യം 2+ 2 ഇലക്ട്രോണെ വാങ്ങിയിട്ട് ആരായിട്ട് മാറും? കാൽഷ്യം ആയിട്ട് മാറും. കാൽഷ്യം 2+ 2 ഇലക്ട്രോണെ വാങ്ങിയിട്ട് ആരാവും? കാൽഷ്യം ആവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാൽഷ്യം 2+ ആണ് അല്ലേ? ചാർജ് 2+. ഒരു കാൽഷ്യത്തിൻ്റെ കൂടെ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ. അതായത് 1 മോൾ കാൽഷ്യം ഉണ്ടാവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം. അങ്ങനെയാണെങ്കിൽ 2 മോൾ കാൽഷ്യം ഉണ്ടാവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണ്ടി വരും മക്കളെ? 4 ഇലക്ട്രോൺസ് വേണ്ടേ? എടാ 2 ഇലക്ട്രോൺ ആണ് 1 മോൾ കാൽഷ്യം ഉണ്ടാവാൻ വേണ്ടത്. 2 മോൾ കാൽഷ്യം വേണം, കാരണം 80 ഗ്രാമാ. 2 മോൾ കാൽഷ്യം ഉണ്ടാവണമെങ്കിൽ 4 ഇലക്ട്രോൺ വേണം. ഒരു കാര്യം കൂടി പഠിച്ചോളി, 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് 1 ഫാരഡ് ആണ്. പഠിച്ചോ മക്കളെ? 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ? 1 ഫാരഡിന് ഈക്വലാ. അങ്ങനെയാണെങ്കിൽ 4 ഇലക്ട്രോൺ അല്ലെങ്കിൽ 4 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ഫാരഡ് ഉണ്ടാവും? 4 ഫാരഡ് ഉണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 ഫാരഡ്. 2 മോൾ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 2 ഫാരഡ്. 10 മോൾ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 10 ഫാരഡ്. കാരണം 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് 1 ഫാരഡിന് ഈക്വൽ ആണ്. അത് വെച്ചിട്ടാണ് മക്കളെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അലൂമിനിയത്തിൻ്റെയും ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തിട്ട് കമൻറ്റ് ബിലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചെയ്ത് നോക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഷുവറാണ്, ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരൊറ്റ ഹിൻ്റ് എവിടെ പഠിക്കാനുള്ളൂ. 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ, 1 മോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 ഫാരഡ്. 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 ഫാരഡ്. 3 ഇലക്ട്രോൺ ആണെങ്കിൽ 3 ഫാരഡ്. 4 എണ്ണം വേണം, കാരണം 2 മോൾ കാൽഷ്യം ഉണ്ട്. 1 മോൾ കാൽഷ്യം ഉണ്ടാക്കാൻ 2 ഇലക്ട്രോണാണ് മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ 80 ഗ്രാമാണ്, അത് 2 മോളാണ്. 2 മോൾ ഉണ്ടാക്കണമെങ്കിൽ 4 ഫാരഡ് വേണം, കാരണം ഒന്നിന് 2 ഇലക്ട്രോണാണ്. അപ്പോൾ 2 എണ്ണത്തിന് 4 ഇലക്ട്രോൺ. ഓക്കെ, യെസ്, ക്ലിയർ. ഇതോടുകൂടി നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ന്യൂമറിക്കൽസ്. നെക്സ്റ്റ് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം ഓർഡറും മോളിക്കുലാരിറ്റിയും കാണാൻ പഠിക്കണം. ഓർഡർ കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് റേറ്റ് ഇക്വേഷൻ തരും. ഈ റേറ്റ് ഇക്വേഷനിൽ നിന്ന് നിങ്ങളോട് ഓർഡർ കാണാൻ പറഞ്ഞാൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ആരെ തമ്മിൽ ആഡ് ചെയ്യുക? പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. വിച്ച് മീൻസ് 5/2 + 1/2 എത്രയാ? 6/2. ആൻസർ എത്രയാ? 3. ഓക്കെ, 5/2 + 1/2 ചെയ്താൽ 6/2 ആണ് ആൻസർ. ഓർഡർ 3 ആണ്. ഇനി നിങ്ങളോട് ഇതേ സാധനം തന്നെ മോളിക്കുലാരിറ്റി ആയി ചോദിക്കും. ഓർഡർ കാണാൻ പറഞ്ഞ റേറ്റ് ഇക്വേഷനിലെ പവറുകൾ തമ്മിൽ കൂട്ടുക. മോളിക്കുലാരിറ്റി കാണാൻ പറഞ്ഞാൽ റേറ്റ് ഇക്വേഷനൊക്കെ ഒന്നും പോണ്ട. മോളിക്കുലാരിറ്റി കാണാൻ പറഞ്ഞ റിയാക്ഷൻ നോക്കുക. മോളിക്കുലാരിറ്റി കാണാൻ പറഞ്ഞ ആരെ നോക്കുക? റിയാക്ഷൻ. റിയാക്ഷൻ്റെ റിയാക്റ്റൻറ്റുകൾ എത്ര ഉണ്ട് നോക്കുക. ഇവിടെ 1 A 1 B. ആ റിയാക്റ്റൻറ്റുകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്ര? 2. ഓർഡർ കാണാൻ പറഞ്ഞാൽ റേറ്റ് ഇക്വേഷനിലെ പവറുകൾ തമ്മിൽ കൂട്ടുക. മോളിക്കുലാരിറ്റി കാണാൻ പറഞ്ഞാൽ റിയാക്ഷനിലെ റിയാക്റ്റൻറ്റിൻ്റെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ മോളിക്കുലാരിറ്റിയായി. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. മനസ്സിലാവാത്തവർ, നിങ്ങൾക്കൊരു റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ NOൻ്റെ പവർ 2 ആണ്, ഓക്സിജൻ്റെ പവർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ O2ൻ്റെ ഓർഡർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. O2 വെച്ച് ഓർഡർ പറയണം. O2 മാത്രം നോക്കുക. ഓക്സിജൻ്റെ പവർ എത്ര? 1. അപ്പോൾ ഓർഡർ എത്ര? 1. O2 റെസ്പെക്ട് ചെയ്തുള്ള ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ O2ൻ്റെ മേലുള്ള പവർ നോക്കിയാൽ മതിയടാ, അത് 1. ഇനി NO വെച്ചാണെങ്കിൽ അത് 2. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓർഡർ കാണാൻ പവർ നോക്കുക, തീർന്നു. ഓക്കെ, നെക്സ്റ്റ് മക്കളെ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഹാഫ് ലൈഫ് പീരീഡും. ഇത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. ഇത് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അതുപോലെ തന്നെ ഹാഫ് ലൈഫും എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് K = കോൺസെൻട്രേഷൻ ഓഫ് R0 - R. ഇത് R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, R ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം. പഠിച്ചു വെച്ചോ സീറോ ഓർഡറിൻ്റെ. ഇനി അത് ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണെങ്കിൽ K = 2.303/T log R0/R. എന്താ? K = 2.303/T log R0/R. പഠിച്ചു വെച്ചോ. ഇനി മക്കളെ ഹാഫ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ടി ഹാഫ് എന്നാണ് വിളിക്കുക. ഹാഫ് ലൈഫിന് എന്താ വിളിക്കുക? ടി ഹാഫ്. ഹാഫ് ലൈഫ് ടി ഹാഫ്. എങ്ങനെ കാണുക? സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് R0/2K. തലീക്കേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് R0/2K. കോൺസെൻട്രേഷൻ ഓഫ് R0/2K. അതേ സാധനത്ത് അത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ടി ഹാഫ് = 0.693/K. എന്താ? 0.693/K. മക്കളെ ഒരു കാര്യം കൂടി, നമ്മളുടെ എജുപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ച് +2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റണ്ണിങ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, നിങ്ങളതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. മാക്സിമം രജിസ്ട്രേഷൻ ലിങ്ക് അല്ലെങ്കിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. പൈസ ഇപ്പോൾ തന്നെ കൊടുക്കണം എന്നല്ല, ഫോം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്നൊരു ബാച്ചാണത്. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്, നോക്ക്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് കാണാൻ പറഞ്ഞാൽ ടി ഹാഫ് = 0.693/K ആണ്. ഈ 4 ഇക്വേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഈ 4 ഇക്വേഷൻ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഉറപ്പിച്ചോ, ഞാൻ വെറുതെ പറയില്ല, ഉറപ്പിച്ചോ. ഓക്കെ, യെസ്, നോക്കിക്കോ മക്കളെ. എന്താ ഈ 4 ഇക്വേഷൻ വെച്ചുള്ള ചോദ്യത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് K ആണ്, അത് തന്നിട്ടുണ്ട്. 2 × 10⁻³ തന്നിട്ടുണ്ട്. ഹൗ ലോങ് വിൽ 10 gram റിയാക്റ്റൻ്റ് ടേക്ക് ടു റെഡ്യൂസ് 5 gram? അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് 10 gram ആണ്. അത് ഫൈനൽ കോൺസെൻട്രേഷൻ ആയപ്പോൾ 5 gram ആയി. ആദ്യമുള്ള കോൺസെൻട്രേഷൻ 10, 5 ആവണം. എത്ര സമയം കൊണ്ട് 10 5 ആവുന്ന ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിൻ്റെ നിങ്ങൾക്കറിയാം ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ 2.303/T log കോൺസെൻട്രേഷൻ ഓഫ് R0 കോൺസെൻട്രേഷൻ ഓഫ് R ആണ്. നിങ്ങളോട് ടൈമാ, ഹൗ ലോങ്, സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ടീനെ എങ്ങോട്ട് കൊണ്ടുപോവുക? ക്യാൻ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ T = 2.303/K log കോൺസെൻട്രേഷൻ ഓഫ് R0 കോൺസെൻട്രേഷൻ ഓഫ് R. എടാ 2.303. Kയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 × 10⁻³ അല്ലേ? 2 × 10⁻³ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0. എത്രയാ R0ൻ്റെ കോൺസെൻട്രേഷൻ? 10 ഡിവൈഡഡ് ബൈ അടുത്തത് 5. ആൻസറായി. ഇത് ചെയ്താൽ മക്കളെ ടൈം സെക്കൻഡിൽ എത്ര സമയം കൊണ്ട് നിങ്ങളുടെ ഈ 10 gram 5 gram ആയി കുറയുമെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഏതാ ഇക്വേഷൻ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ തൊട്ട് മുന്നേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് ആരാ? K തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട്. എത്രയാ K? K = 2.5 × 10⁻² തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ കാണണം. എടാ ഒരു മിനിറ്റ്, ഇത് ഏത് ഓർഡറാണെന്നറിയില്ല, പക്ഷെ സെക്കൻഡ് ഇൻവേഴ്സ് എന്നുള്ള യൂണിറ്റ് കണ്ടല്ലോ നിങ്ങൾ. എന്ത് കണ്ട്? സെക്കൻഡ് ഇൻവേഴ്സ് എന്നുള്ള യൂണിറ്റ് കണ്ടാൽ നിങ്ങളത് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അത് ഏത് ഓർഡറാണ്? ഫസ്റ്റ് ഓർഡറാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് കാണണം. ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് T half = 0.693/K. 0. നോക്കണേ, 0.693/K 2.5 × 10⁻³ ചെയ്താൽ ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് നിങ്ങൾക്ക് സെക്കൻഡിൽ ഈസി ആയിട്ട് കിട്ടും. ഇക്വേഷൻ പഠിച്ചു വെക്കണം. അപ്പോൾ മക്കളെ ഒന്നുമില്ല, 4 ഇക്വേഷൻ വൃത്തിക്കാണ്ട് പഠിക്കുക. ഏതൊക്കെയാ? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡർ ആൻഡ്
ഫസ്റ്റ് ഓർഡർ. ഹാഫ് ലൈഫ് റിയാക്ഷൻ ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ പഠിച്ചാൽ ഏതൊരു പ്രോബ്ലവും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, യെസ് മക്കളെ. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ ഒരു വളരെ എന്താ പറയുക, കുറേ കുട്ടികളെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പണ്ട് ഓഫ്ലൈനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടികളെ ഇതിൽ വെല്ലുവിളിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്ക് ഇന്ന സാധനം വാങ്ങിത്തരാന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു മന്തി വാങ്ങിത്തരാന്നൊക്കെ പറയും. എന്താ അറിയോ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് കുറച്ചൊരു ടാസ്ക്കാണ്. ഡയറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂല. ഇത് ഒരു തവണയെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇനിയും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താ മക്കളെ ക്വസ്റ്റ്യൻ? ഒരു ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസ്. എടാ മക്കളെ, ഒരു പുരാവസ്തു അല്ലെങ്കിൽ ഒരാൾ നശിച്ച് ഡീക്കേ ചെയ്ത് പോവുക, ഒരു പുരാവസ്തു എന്നൊക്കെ ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും അല്ലെങ്കിൽ ഈ റിയാക്ഷൻ എപ്പോഴും ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. എന്താ മക്കളെ? റേഡിയോ ആക്റ്റീവ് ഡീക്കേ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസ് എന്നൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടാൽ അത് എന്ത് ഓർഡറാണ് ഫോളോ ചെയ്യുക? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക എന്നോർത്ത് വെക്കണം. ഒരു ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരാൾ ഡീക്കേ ചെയ്ത് നശിച്ചു പോവുക എന്നൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടാൽ അത് ഏത് ഓർഡറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ? ബാക്കിയുള്ളത് 66.66% ആണ്. കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് സാമ്പിൾ. അതിൻ്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ഓർഡറിൻ്റെ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/k. ഹാഫ് ലൈഫ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കെ കണ്ടെത്താം. കെനുണ്ട് കൊണ്ടുപോവുക, ടി ഹാഫിന് കൊണ്ടുപോവുക. എത്ര ഹാഫ് ലൈഫ്? കെ ഈസ് ഈക്വൽ ടു 0.693/5730. ഓക്കെ അല്ലേ? ഇത് ചെയ്താൽ നിങ്ങൾക്ക് കെൻ്റെ വാല്യൂ കിട്ടും. കെൻ്റെ വാല്യൂ കിട്ടും. ഹാഫ് ലൈഫ് കാണാൻ നിങ്ങൾക്കറിയാം 0.693/k ആണ്. അതിൽ കെൻ്റെ വാല്യൂ അറിയില്ല. ഹാഫ് ലൈഫ് തന്നിക്കണ്. അപ്പോൾ കെ കാണാൻ ആ ഹാഫ് ലൈഫിന് താഴോട്ട് കൊണ്ടുപോയാൽ മതി. 0.693 ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. കെ കിട്ടും. ഈ കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണല്ലോ. ഫസ്റ്റ് ഓർഡർ എങ്ങനെയാ? കെ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പഠിപ്പിച്ചു 2.303/t ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0 കോൺസെൻട്രേഷൻ ഓഫ് R. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഈ സാമ്പിളിന്, ഈ ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസിൻ്റെ വയസ്സാണ്, ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രായം അല്ലെങ്കിൽ വയസ്സൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ടൈമാണ് കാണേണ്ടത്. കേനെ കൊണ്ടുപോവുക, ടൈമിന് അങ്ങോട്ട് കൊണ്ടുവരിക. എന്താ വരിക മക്കളെ ഇക്വേഷൻ? പറ. ടി ഈസ് ഈക്വൽ ടു 2.303 കേൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടുവേ. ക്യാൻ്റെ വാല്യൂ ഇവിടുന്ന് സോൾവ് ചെയ്ത് നോക്കണേ മക്കളെ. എത്ര ക്യാൻ്റെ വാല്യൂ നോക്കുക. ആ ക്യാൻ്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. എടാ, ഒരു സബ്സ്റ്റൻസ് ആദ്യം എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും? 100% ഉണ്ടായിരിക്കും. 100% ആണ്, 100 ആണ്, അയാൾ ഫുൾ ആയിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ളത് എത്രയാ? 66.66 ആണ്. ഓർത്ത് വെക്കുക. ക്യാൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടും. ക്യാൻ്റെ വാല്യൂ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ടൈം, എത്ര വയസ്സ് ആ സബ്സ്റ്റൻസിന് ഉണ്ടെന്നുള്ളത് വർഷത്തിലാണ് കിട്ടുക. നിങ്ങൾ അതിന് സെക്കൻഡ് ആക്കാനൊന്നും പോണ്ട. വർഷത്തിൽ തന്നെ ആൻസർ എഴുതിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. എത്ര വർഷമെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരാൾ നശിക്കുക അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഒക്കെ വെച്ച് വേണം നിങ്ങൾ സോൾവ് ചെയ്യാൻ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നോക്കടാ, അറീനിയസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെഷനാണ് അറീനിയസ് ഇക്വേഷൻ. എന്താ അറീനിയസ് ഇക്വേഷൻ? കെ ഈസ് ഈക്വൽ ടു AE⁻EA/RT. എന്താ? കെ ഈസ് ഈക്വൽ ടു AE⁻EA/RT. കെയുടെ പേരെന്താ? റേറ്റ് കോൺസ്റ്റന്റ്. കെയുടെ പേര് റേറ്റ് കോൺസ്റ്റന്റ്. എന്ന് പറഞ്ഞാൽ അറീനിയസ് പാരാമീറ്റർ എന്ന് വിളിക്കാം. അറീനിയസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നവരൊക്കെ ഉണ്ട്. നോ പ്രോബ്ലം. അറീനിയസ് പാരാമീറ്റർ എന്ന് വിളിക്കാം. ഈ എ എന്ന് പറഞ്ഞാൽ അതൊരു എനർജിയാണ്, ആക്ടിവേഷൻ എനർജിയാണ്. എന്താ മക്കളെ? ആക്ടിവേഷൻ എനർജിയാ ഈ എ എന്ന് പറഞ്ഞാൽ. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റാ. ടി ആരാ?
ടെമ്പറേച്ചറാണ്. ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ലോഗരിതമിക് ഫോമാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്താ? ലോഗ് K2/K1. രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് തരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരും. ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു EA/2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2. രണ്ട് ഇൻ്റഗ്രേറ്റഡ് രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ രണ്ട് ടെമ്പറേച്ചറും തരുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെ ഉപയോഗിക്കുക സാറേ? പറഞ്ഞുതരാടാ, വരാൻ പോണതാ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ക്വസ്റ്റ്യൻ നോക്ക്. ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ്. നോക്കണേ, ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡബിൾ ആവുന്നു ഫോർ എൻ ഇൻക്രീസ് ഓഫ് 10K ടെമ്പറേച്ചർ ഫ്രം 300 കെൽവിൻ. അതായത് ആദ്യത്തെ ടെമ്പറേച്ചർ 300 കെൽവിനാണ്, രണ്ടാമത്തെ ടെമ്പറേച്ചർ 10 കെൽവിൻ കൂടുക, അപ്പോൾ 310 കെൽവിനായി. ഓക്കെ, ആദ്യത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് K1 അത് K1 തന്നെ, രണ്ടാമത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് K2 അത് ഡബിളായി, അപ്പം K1ൻ്റെ ഡബിള് 2K1. കണ്ട, K1ൻ്റെ ഡബിള് എത്രയാ? 2K1. ഇനി നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ, ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു EA/2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2 കൊടുക്കുക. നിങ്ങളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് എന്ത് എനർജിയാ? ആക്ടിവേഷൻ എനർജി EA കാണാനാ പറഞ്ഞിരിക്കുന്നത്. EAനെ മാത്രം നിർത്തി ബാക്കി ഫുള്ള് കൊണ്ട് കൊണ്ടുവരിക. K2/K1 ഒക്കെ എത്ര വരിക? K2 2K1 ആണ്, ഡബിൾ ആണല്ലോ, അതാണ് അവിടുത്തെ ട്രിക്ക് കേട്ടോ. K1 K1 കട്ട് ലോഗ് 2 വാല്യൂ ഇവിടെ തന്നിക്കണം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു EA/2.303 ഇൻറ്റു 8.314 ഇൻറ്റു 1/, ആദ്യത്തെ ടെമ്പറേച്ചർ 300, രണ്ടാമത്തെ ടെമ്പറേച്ചർ 310. ഇത് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് EA ആക്ടിവേഷൻ എനർജി ഒറ്റക്കാക്കി ചെയ്യാൻ പറ്റും. ബാക്കി മാത്തമാറ്റിക്കൽ സൊല്യൂഷനാണ്, നിങ്ങൾ ചെയ്യും. അപ്പോൾ ആക്ടിവേഷൻ എനർജി രണ്ട് കോൺസ്റ്റന്റ് തന്നിട്ട് ചെയ്താൽ, രണ്ട് ടെമ്പറേച്ചറൊക്കെ എന്ന് ചോദിച്ചാൽ ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു EA/2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2. ചെയ്തോ മക്കളെ, ഈസി ആയിട്ട് ആൻസർ ക്രാക്ക് ചെയ്യാൻ പറ്റും. നോക്കടാ, അതേപോലത്തെ ക്വസ്റ്റ്യനാ, പക്ഷെ ഇവിടെ റേറ്റ് എത്രയാക്കി? ട്രിപ്പിൾ ആക്കി. അതായത് K1 തന്നെ, പക്ഷേ K2 എന്താക്കി മക്കളെ? ട്രിപ്പിൾ 3K1. അതായത് ആദ്യമുള്ളതിൻ്റെ 3 മടങ്ങാക്കി. അപ്പം K2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 3K1 എന്ന് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, യെസ്. ഇനി എൻ്റെ പൊന്നു മക്കളെ, ലാസ്റ്റ് നിങ്ങൾക്കായിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരൊറ്റ ഹോംവർക്ക്. ഇതിലും നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് EA കാണാനാണ്, ആക്ടിവേഷൻ എനർജി കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഒരാളെയും കൂടി കാണാൻ ചോദിച്ചിരിക്കണ്. ആക്ടിവേഷൻ എനർജി കണ്ടിട്ട് A കാണണം. അതെങ്ങനെ A കാണുക? K ഈസ് ഈക്വൽ ടു എന്താ? AE⁻⁻RT ആണ്. ഇതിൽ A കാണണം എന്ന് പറഞ്ഞാൽ Aനെ മാത്രം ഇവിടെ നിർത്തുക, ഇത് ഫുള്ള് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം K/E⁻⁻RT. എന്താ മക്കളെ? K/E⁻⁻RT. ഇനി ഒരു ഡൗട്ട്, സാറേ ടെമ്പറേച്ചറൊക്കെ 2 ഉണ്ടാവൂലേ? അപ്പം നമ്മൾ ഇനി ഏത് ടെമ്പറേച്ചറാണ് എടുക്കുക? നിങ്ങൾക്ക് ഏത് ടെമ്പറേച്ചർ എടുക്കാം, കാരണം ഇതിൽ 2 ടെമ്പറേച്ചർ ഉണ്ട്, 1000 ഉണ്ട് 6. അപ്പോൾ ഏത് ടെമ്പറേച്ചർ എടുക്കാം? ഒന്നെങ്കിൽ 1000 എടുക്കുക ടെമ്പറേച്ചർ. ഇനി രണ്ട് Kൻ്റെ വാല്യൂ ഉണ്ട്, 0.01 0.1. ഇവിടെ 1000 കെൽവിനാണ് എടുക്കണമെങ്കിൽ K 0.01 എടുക്കണം. 1060 കെൽവിനാണ് എടുക്കണമെങ്കിൽ K 0.1 എടുക്കണം. അപ്പം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം അത് മാറ്റാൻ. EA കാണാൻ ഞാൻ ഈ പറയില്ല കേട്ടോ. EA കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു. ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു EA/2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2. അത് വെച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി D&F ബ്ലോക്ക് എലമെൻസിൽ ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ന്യൂമറിക്കലായിട്ട് പഠിക്കാനുള്ളത്. ആ പാഠം ഫുള്ള് തിയറിയാണ്. D&F ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫുള്ള് തിയറിയാടാ. അതിലൊറ്റ കാര്യമേ നിങ്ങളോട് പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കാറുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ വെച്ച് കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ A ക്വസ്റ്റ്യൻ അല്ല ചെയ്യുന്നത്. A ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ A ക്വസ്റ്റ്യൻ വേണമെങ്കിൽ A ക്വസ്റ്റ്യൻ ചെയ്തു തരാം. എന്നാൽ A ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. ശ്രദ്ധിച്ചോ, A ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് Cu2+ൻ്റെ ലാസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3D9 ആണ്. അപ്പോൾ 3Dയിൽ 9 ഉണ്ട്. D സബ്ഷെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ബോക്സ് വരക്കണം? 1 2 3 4 5 5 കള്ളി വരക്കണം. അതാണ് 3D. അതിൽ 9 ഇലക്ട്രോണൊക്കെ കൊള്ളിക്കണം. 1 2 3 4 5 6 7 8 9 9 കൊള്ളിച്ചു. ഇതിൻ്റെ നിങ്ങളോട് കാണാൻ പറയുക സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ്. ആരെ കാണാൻ പറയുക? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ്. അത് നിങ്ങൾ μ റെപ്രസെൻ്റ് ചെയ്യുക.
മ്യൂ കാണാനുള്ള ഇക്വേഷൻ √n/n+2. എന്താ ഇക്വേഷൻ? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ ഈസ് ഈക്വൽ ടു √n/n+2. യൂണിറ്റ് മക്കളെ BM ആണ്, ബോർ മാഗ്നറ്റോൺ ആണ്. എന്താ യൂണിറ്റ്? BM ആണ്, ബോർ മാഗ്നറ്റോൺ ആണ്. അപ്പോൾ ഡൗട്ട്, ആരാ സാറേ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. n എന്ന് പറഞ്ഞാൽ ആരാ? പെയറില്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് നിങ്ങൾ n എന്ന് വിളിക്കുക. മക്കളെ ഇതിൽ എത്രയാ n? ഇത് പെയറാ, ഇത് പെയർഡാ, ഇത് പെയർഡാ, ഇതും പെയർഡാ. ഇയാൾക്ക് പെയറില്ല, ഇയാൾ സിംഗിളാ. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കുക, വിച്ച് മീൻസ് n-ന്റെ എണ്ണം 1 ആണ്. അൺപെയർഡ് ആയിട്ട് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം മ്യൂ എങ്ങനെ കാണുക? മ്യൂ is equal to √1/1+2 which means √3 ആണ് മക്കളെ നിങ്ങളുടെ മ്യൂ, അല്ലെങ്കിൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്. അതിൻ്റെ യൂണിറ്റ് BM ആണ്, ബോർ മാഗ്നറ്റോൺ ആണെന്ന് ഓർത്ത് വെച്ചാൽ നല്ലത്. എങ്ങനെ കാണുക? √n/n+2. ഇനി നിങ്ങളോട് M2+ എന്ന് പറയുന്ന ഒരു മെറ്റൽ, അതിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ്. 2 ഇലക്ട്രോൺ പോയാൽ 25 ആവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളോട് അയാളുടെയും സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ പറഞ്ഞു. ഇക്വേഷൻ മ്യൂ ഈസ് ഈക്വൽ ടു √n/n+2. n എന്ന് പറയുന്നത് ഇതിൽ അൺപെയർഡായി നിൽക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്, പെയർ ഇല്ലാതെ നിൽക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണെന്ന് ഓർത്താൽ മക്കളെ ഈ കൺസെപ്റ്റും ക്ലിയർ ആയി. D&F ബ്ലോക്ക് എലമെന്റ്സ് ബാക്കിയൊക്കെ തിയറിയാണ്. ഇത് മാത്രമാണ് പ്രോബ്ലമാറ്റിക് ആയിട്ട് നിങ്ങളോട് ചോദിക്കാറുള്ളത് ന്യൂമറിക്കലായിട്ട്. അപ്പോൾ മക്കളെ 4 ചാപ്റ്ററുകളിലാണ് ന്യൂമറിക്കൽസ് വരാറ്. സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, D&F കുറച്ച് കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ എന്താ കോർഡിനേഷൻ? കോർഡിനേഷനിൽ നിങ്ങളോട് നെയിമിങ്ങും അതിൻ്റെ എന്താ പറയുക സ്ട്രക്ചറുകൾ വരയ്ക്കാൻ ഐസോമറിസ് ഒക്കെ ചോദിക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് ആണ്, അല്ലാതെ അതിൽ പ്രോബ്ലം ചെയ്യാനുണ്ടാവില്ല. റിയാക്ഷൻസാണ് ചോദിക്കുക. അപ്പോൾ അത് രണ്ടും നമ്മൾ വേറെ സെപ്പറേറ്റ് സെഷനായിട്ട് തന്നെ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ന്യൂമറിക്കൽസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. അത് മാത്രമാണ് ഞാൻ 4 ചാപ്റ്ററിൽ പഠിപ്പിച്ചത്. ബാക്കി കോർഡിനേഷനിൽ അങ്ങനെ ചോദിക്കാറില്ല. അതിന് നെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐസോമറിസ് ഒക്കെ. അതൊന്നും പ്രോബ്ലമാറ്റിക് അല്ലല്ലോ, അത് വേറെ ടൈപ്പാണല്ലോ. ഇനി അതുപോലെ തന്നെ ഓർഗാനിക് റിയാക്ഷൻസ് ചോദിക്കുക, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓൾറെഡി ഡിസ്കസ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കാണാണ്ട് ഇതിൽ ഓൾറെഡി എജുപോർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ഒരു പെന്നും പേപ്പറും എടുത്ത് ചെയ്ത് പഠിക്കുക. ഒരിക്കലും പൊന്നു മക്കളെ വെറുതെ കേട്ടുങ്ങാണ്ട് വീഡിയോ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാ ടൈപ്പ് പ്രോബ്ലംസ് ആരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇതന്നെ ചോദിക്കോളൂ. ഇത് പഠിക്കുക നിങ്ങൾ. ഓക്കെ, ടൈറ്റും വിത്ത് ടഫസ്റ്റും ചോദിച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നല്ല ഉഷാറായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.